പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. പലിശരഹിതമായി വായ്പ നൽകുമെന്ന് വീണ്ടും ഗവർണറെ കൊണ്ട് പറയിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഒരു പൈസ പോലും വ്യാപാരികൾക്കും വ്യവസായികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദിവാസികളുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. ഒരാത്മാർത്ഥതയും ഇല്ലാത്ത പ്രഖ്യാപനമാണ് ഇത് എന്ന് മുൻകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മധു എന്ന ഒരു ആദിവാസി യുവാവിനെ ജനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും വെക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ്റാണ് ആദിവാസിക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നു. അട്ടപ്പാടിയിലെ ശിശുമരണം തുടർക്കഥയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഒരു ആത്മാർത്ഥതയും സർക്കാരിനില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദിവാസി ഗോത്രബന്ധു പദ്ധതി ഇത്തവണയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷവും ഇതേ പദ്ധതി തന്നെ പ്രഖ്യാപിച്ചതാണ്. പോലീസിൽ 15% സ്ത്രീകളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇത്തവണ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണത്തെ നയപ്രഖ്യാപനത്തിൽ 25% വനിതാ പ്രാതിനിധ്യം പോലീസിൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഗവർണറെ കൊണ്ട് പറഞ്ഞത്. ഇത്തവണ 10% കുറച്ചു എന്നേ ഉള്ളൂ. കേരളത്തിലെ ചാപിളകളായി മാറിയ മിഷനുകളെക്കുറിച്ച് ഗവർണറെ കൊണ്ട് വാചാലമായി പ്രസംഗിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആകെ പ്രയോജനം ഉണ്ടായി ചെറിയാമ്പരിപ്പിനും XMB-ആയി സീമയ്ക്കും മാത്രമാണ് ഈ മിഷൻ കൊണ്ട് പ്രയോജനമുണ്ടായി. 2 പേരുടെയും തൊഴിലില്ലായ്മ പരിഹരിച്ചു എന്നുള്ളതല്ലാതെ ഈ മിഷൻ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. രാജ്യത്തിന് മാതൃകയായ കാരുണ്യ ബെനവലൻ പദ്ധതിയുടെ കൊലപാതകം നടത്തിയതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ്മാൻ പദ്ധതിയുമായി ലയിപ്പിക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. ഇത് ജനവിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ 2 പദ്ധതികളും ഒരുമിച്ച് പോവുകയാണ് ജനങ്ങൾക്ക് പ്രയോജനം. പ്രവാസികൾക്കായി കിഫ്ബിയിൽ നിക്ഷേപ പരിപാടി ആരംഭിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പ്രവാസി ചിട്ടി എവിടെ പോയെന്ന് ആർക്കും ഇപ്പോഴൊരു വിവരവുമില്ല. പ്രളയത്തിൽ തകർന്നു പോയ കാർഷിക മേഖലയെ പൂർണ്ണമായി ഗവർണർ നയപ്രഖ്യാപനത്തിൽ അവഗണിക്കുകയാണ് ചെയ്തത്. കനത്ത നാശനഷ്ടമാണ് ഇത്തവണ പ്രളയത്തിലൂടെ കർഷകർക്കും തൊഴിലാളികൾക്കും ഉണ്ടായിട്ടുള്ളത്. നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു കടലാസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പുനർജനി. തിരുവനന്തപുരത്തു നിന്ന് കാസർഗോട്ടേക്ക് ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നടപ്പാക്കുമെന്നാണ് പണ്ട് പല ഗവർണർമാരെ കൊണ്ടും പറയിച്ച കാര്യമാണിത്. ഇന്ന് വരെ യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യമാണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തോടും കോഴിക്കോടും വലിയ അവഗണനയാണ് കാണിച്ചത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ കാര്യം ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. ശ്രീധരനെ അതിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം ആ പദ്ധതി എവിടെ പോയി എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം പരമപ്രധാനമാണെന്ന് ഇത്തവണയും പറഞ്ഞത്. കഴിഞ്ഞ വർഷം 2000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. എത്ര രൂപ ചെലവാക്കി എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഗവർണറെ കൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കഴിഞ്ഞ തവണ ഗവർണർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നുപോലും നടപ്പാകാത്ത പദ്ധതികളുടെ ലിസ്റ്റാണ്. കഴിഞ്ഞ തവണ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാകാതിരിക്കുമ്പോഴാണ് പുതിയ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടന്നത്. അപ്പം ഗവർണറുടെ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ്. ആ നയപ്രഖ്യാപനത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത്. അത് നടപ്പാക്കാതെ അടുത്ത വർഷവും വന്ന് ഇതേ പല്ലവി ആവർത്തിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെപ്പറ്റി ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടാനേ ഉപയോഗിക്കുകയുള്ളൂ. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം കഴിഞ്ഞ തവണത്തെ പ്രസംഗവും ഇതിൽ നടപ്പാക്കാതെ പോയത് മാത്രം ഞാൻ പറയാം.
മദ്യ ഉപഭോഗത്തിനോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഫലമായി പ്രായപൂർത്തിയായ കുട്ടികളുടെ മദ്യപാന ശീലത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന ബോധവൽക്കരണ പരിപാടി സർക്കാർ നേതൃത്വം നൽകും. ഒന്നും നടന്നിട്ടില്ല. കുട്ടികളിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ഫോർ എക്സലൻസ് ആയി ഉയർത്തും. നടന്നില്ല. KSRTCയെ സമയബന്ധിതമായി പുനഃസംഘടിപ്പിക്കും. ഒരു പുനഃസംഘടന നടന്നില്ല. 8000-ഓളം പാവപ്പെട്ട എംപാനൽ ജീവനക്കാരെ പുറത്താക്കി എന്നുള്ളതല്ലാതെ. വനിതാ വകുപ്പ് രൂപീകരിച്ചു എന്നാൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ മതിൽ സംഘടിപ്പിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രവർത്തനം നടന്നില്ല. അതിനുവേണ്ടി നീക്കിവെച്ച ബഡ്ജറ്റിലെ പണം പോലും ചെലവഴിച്ചില്ല. മിഷനുകളെപ്പറ്റി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്നും നടന്നിട്ടില്ല. 1000 പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള അംബക്കർ ഗ്രാമവികസന പദ്ധതി, പട്ടികജാതി പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങളുടെ വരുമാനാദായകമായ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗദ്ദികയും മറ്റു വിപണനങ്ങളും പ്രഖ്യാപിച്ചെങ്കിലും ഗദ്ദിക എവിടെയൊക്കെയോ നടന്നു എന്നത് ഒഴിച്ചാൽ വേറെ ഒന്നും നടന്നിട്ടില്ല. പട്ടികജാതി കോളനിയിലെ അംബക്കർ ഗ്രാമവികസന പദ്ധതി അവതാളത്തിലാണ്. റിവ്യൂ പോലും നടക്കുന്നില്ല. പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട കുട്ടികളുടെ ശരിയായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വയനാട് ജില്ലയിൽ നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും. ഒരിടത്തും വ്യാപിപ്പിച്ച് കണ്ടില്ല. അൺഎയ്ഡഡ് അധ്യാപകർക്കായി മിനിമം വേതന ആക്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നടന്നില്ല. ഓഖിയുടെ പശ്ചാത്തലത്തിൽ ISROയുമായി ചേർന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ പ്രവചന സംവിധാനം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. നടന്നില്ല. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുമായി ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചുമായി സഹകരിച്ച് റിമോട്ട് സെൻസിംഗ് എനേബിൾഡ് ഓൺലൈൻ കെമിക്കൽ എനർജി റെസ്പോൺസ് സിസ്റ്റം എന്ന പേരിൽ പ്രത്യേക വ്യാവസായിക ദുരന്ത നിവാരണ പദ്ധതി ഏർപ്പെടുത്താൻ ആലോചിക്കുമെന്ന് പറഞ്ഞു. ആലോചന പോലും നടന്നിട്ടില്ല. കന്നുകാലികൾക്കും കന്നുകാലി ഉടമസ്ഥർക്കും ഇൻഷുറൻസ്, പാൽ, ഇറച്ചി, മുട്ട എന്നിവയുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ശാസ്ത്രീയമായ പശുക്കിടാവ് വളർത്തൽ തുടങ്ങിയ ഉദ്യമങ്ങൾ വിഭാവനം ചെയ്യും. നടന്നിട്ടില്ല. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ തടയാൻ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക, റിഫ്ലക്ടർ സ്ഥാപിക്കുക, ട്രാഫിക് ലൈറ്റുകൾ, സിഗ്നലുകൾ സ്ഥാപിക്കുക ഭാഗികമായി മാത്രം നടന്നു. പ്രകൃതിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണം, വനം കയ്യേറ്റങ്ങൾ കർശനമായി തടയും. നയമില്ലാത്ത നയപ്രസംഗമാണ് ഗവർണർ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു.